ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഇന്ന് ക്യാപിറ്റൽ ഗെയിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത്. ഇനി പറയാനുള്ള വേരിയസ് പ്രൊവിഷൻസ്, അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് റേറ്റ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെയും ലോങ് ടൈം ക്യാപിറ്റലിൻ്റെയും ടാക്സ് റേറ്റ്, സെഷൻ 54 പ്രകാരമുള്ള ക്യാപിറ്റൽ ഗെയിനിൽ നിന്നുമുള്ള ഡിഡക്ഷൻസ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ, സെഷൻ 45 സബ്സെഷൻ 5. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മിക്കപ്പോഴും കയറി വരുന്ന ഒരു പ്രൊവിഷനാണ്. വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഗവൺമെന്റ് നമ്മുടെ പ്രോപ്പർട്ടി കമ്പൽസറി അക്വയർ ചെയ്യും. ഒന്നുകിൽ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയൊക്കെ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ഗവൺമെന്റ് അക്വയർ ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് കമ്പൽസറി അക്വയർ ചെയ്യുമ്പോൾ അവിടെ ഒരു കോമ്പൻസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ലാൻഡോ ബിൽഡിങ്ങോ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തിട്ടാണ് ഒരു കോമ്പൻസേഷൻ തരിക. അപ്പോ ലൈക്ക് എ ട്രാൻസ്ഫർ ആണ്. ആ കമ്പൽസറി അക്വിസിഷൻ ലൈക്ക് എ ട്രാൻസ്ഫർ ആണ്. അങ്ങനെയാണ് കിട്ടുന്ന കോമ്പൻസേഷൻ ഉണ്ട്. ആ കോമ്പൻസേഷന്റെ ടാക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുക. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ, സെഷൻ 45 സബ്സെഷൻ 5. ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നു. ഫസ്റ്റ്, സെയിൽസ് കൺസിഡറേഷൻ. ടോട്ടൽ കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ. അതായത് നമ്മുടെ പ്രോപ്പർട്ടി ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു, എന്നിട്ട് നമുക്ക് തരാമെന്ന് പറയുന്ന ഒരു ടോട്ടൽ കോമ്പൻസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തരാമെന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ഉണ്ട്. ആ കോമ്പൻസേഷൻ എമൗണ്ട് ആദ്യം ഇങ്ങോട്ട് സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കാം. എക്സാമ്പിൾ, എന്റെ പ്രോപ്പർട്ടി ഗവൺമെന്റ് അക്വയർ ചെയ്തു. എനിക്ക് 50 ലക്ഷം രൂപയാണ് മൊത്തം കോമ്പൻസേഷൻ ആയിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. അതിൽ ആദ്യം ഒരു 10 ലക്ഷം രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്നാണോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് കിട്ടുന്നത്, അന്ന് മൊത്തം കോമ്പൻസേഷനും ടാക്സ് പേ ചെയ്യണം. അപ്പൊ 50 ലക്ഷം രൂപയാണ് മൊത്തം കോമ്പൻസേഷൻ. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ട് 10 ലക്ഷം രൂപ കിട്ടി. 10 ലക്ഷത്തിനല്ല ടാക്സ് കൊടുക്കേണ്ടത്, പകരം 50 ലക്ഷം രൂപയായിരിക്കണം സെയിൽസ് കൺസിഡറേഷൻ ആണ് എടുക്കുന്നത്. ടോട്ടൽ കോമ്പൻസേഷൻ ആയിരിക്കണം 50 ലക്ഷം ആയിരിക്കണം. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ലീഗൽ എക്സ്പെൻഡിച്ചർ ആണ്, അറിയാം. ഒരു കോമ്പൻസേഷൻ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു കോർട്ടിൽ കേസിന് പോകേണ്ടി വരും. ബാക്കിയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, അതിനുവേണ്ടി ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് ഡിഡക്ട് ചെയ്യാം. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റുമാണ്. അതിനെടുക്കാൻ വേണ്ടി COA ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് കമ്പൽസറി അക്വിസിഷൻ. എന്നാണോ ഗവൺമെന്റ് ഈ പ്രോപ്പർട്ടി കമ്പൽസറി അക്വയർ ചെയ്തത്, അന്നത്തെ ഇൻഡെക്സ് കൊണ്ട് ഇൻഡു ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ. ICOI കണ്ടുപിടിക്കാൻ COI ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. ICOA കണ്ടുപിടിക്കുന്നത് എന്നാണോ ഗവൺമെന്റ് ഈ പറയുന്ന പ്രോപ്പർട്ടി കമ്പൽസറി അക്വയർ ചെയ്തത്, അന്നത്തെ ഇൻഡെക്സ് കൊണ്ട് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ ഇൻഡു ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്നാണോ ദാറ്റ് ഈസ് ഇംപ്രൂവ്മെന്റ് ആയത്, അന്നത്തെ ഇൻഡെക്സ് കൊണ്ട് ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്യുക. ഇനി ഇയർ ഓഫ് ടാക്സബിലിറ്റി. എന്നാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, എന്നാണോ ഫസ്റ്റ് പാർട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ മൊത്തം കോമ്പൻസേഷനിലെ ഫസ്റ്റ് പാർട്ട് എന്നാണോ റിസീവ് ചെയ്യുന്നത്, അന്നാണ് ഈ പറയുന്ന മൊത്തം കോമ്പൻസേഷനും ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോ ഗവൺമെന്റ് ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തു, ഒരു കോമ്പൻസേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ സെയിൽസ് കൺസിഡറേഷൻ, ടോട്ടൽ കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ അറിയാം, ലീഗൽ എക്സ്പെൻഡിച്ചർ. ICOA, ICOI. ICOA, that is COA into index of the year of compulsory acquisition divided by index of the year of acquisition. ICOI, that is COI into index of the year of compulsory acquisition divided by index of the year of improvement. ഇനി എന്നാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എന്നാണോ ഫസ്റ്റ് പാർട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്നാണോ റിസീവ് ചെയ്യുന്നത്, അന്നാണ് മൊത്തം കോമ്പൻസേഷനും ടാക്സ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ടാക്സ് ട്രീറ്റ്മെന്റ് ഓൺ റെസിപ്റ്റ് ഓഫ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അതായത് എനിക്ക് ഒരു 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടി ഗവൺമെന്റ് ഭാഗത്തു നിന്നും. എന്റെ പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരു കോർട്ടിൽ കേസിന് പോവുക. എനിക്ക് കിട്ടിയ 10 ലക്ഷം രൂപ പര്യാപ്തമല്ല. ഞാനൊരു കോടതിയിൽ കേസിന് പോവുകയാണ്. അപ്പൊ കോടതി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കോർട്ട് പറയാണ്, 10 ലക്ഷമല്ല അവിടെ കൊടുക്കേണ്ടത്, 15 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്.
10 ലക്ഷം രൂപ ഓൾറെഡി എനിക്ക് കിട്ടി. അപ്പൊ കോടതി പറയുക ഇനി ഒരു എക്സ്ട്രാ 5 ലക്ഷം രൂപയും കൂടെ കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ 5 ലക്ഷം രൂപയുണ്ട്, ഈ എക്സ്ട്രാ കിട്ടുന്ന ആ 5 ലക്ഷം രൂപയുണ്ട് കോമ്പൻസേഷൻ, അതിനെ വിളിക്കുന്ന പേര് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ആ 5 ലക്ഷം രൂപ എന്നെ സംബന്ധിച്ച് ഇൻകം ആണ്. ആ 5 lakh റുപ്പീസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുക, ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ ട്രീറ്റ്മെന്റ്. സെയിൽസ് കൺസിഡറേഷൻ, ടോട്ടൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ റിസീവ്ഡ്, അതായത് മൊത്തം കിട്ടിയ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ കിട്ടിയ എക്സ്ട്രാ കിട്ടിയ കൺസിഡറേഷൻ ഉണ്ട്, അത് സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ, സാധാരണ ലിറ്റിഗേഷൻ എക്സ്പെൻസ് ഉണ്ട്, ലീഗൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ആ ലിറ്റിഗേഷൻ എക്സ്പെൻഡിച്ചറും ലീഗൽ എക്സ്പെൻഡിച്ചറും ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യുക. ദെൻ ICOAയും ICOAയും ആണ്. ഓൾറെഡി ഫസ്റ്റ് കേസിൽ നമ്മൾ കിട്ടിയ കോമ്പൻസേഷനിൽ നിന്നും ICOAയും ICOAയും ഡിഡക്ട് ചെയ്തു, ലെസ് ചെയ്തു. ഇനി ഒരു കാരണവശാലും ഈ പറയുന്ന ICOAയും ICOAയും ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ നിന്നും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു അസറ്റിന്റെ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ലെസ് ചെയ്യാൻ പറ്റൂ. ഓൾറെഡി നമ്മൾ കിട്ടിയ കോമ്പൻസേഷനിൽ നിന്നും ICOAയും ICOAയും ലെസ് ചെയ്തു. സോ ഇനി എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ടാക്സ് കൊടുക്കേണ്ടത് എന്നാണോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയത്, റിസീവ് ചെയ്തത്, അന്ന് ടാക്സ് കൊടുക്കുക. ഇനി ആ കിട്ടിയ എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഒറിജിനൽ അസറ്റിനെ നോക്കിയിട്ടാണ്. ഒറിജിനൽ ഇനീഷ്യൽ കിട്ടിയ കോമ്പൻസേഷൻ ഉണ്ട്, ആ ഇനീഷ്യൽ കിട്ടിയ കോമ്പൻസേഷൻ എന്താണ്, അത് ഷോർട്ട് ടൈം ആണെങ്കിൽ ഈ കിട്ടിയ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അതേസമയം ദാറ്റ് ഈസ് ഒറിജിനൽ കിട്ടിയ കോമ്പൻസേഷൻ ദാറ്റ് ഈസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഈ കിട്ടിയ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ലോങ് ടൈം ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, സെയിൽസ് കൺസിഡറേഷൻ, ആ കിട്ടിയ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ കിട്ടുമെന്ന് പറയുന്ന എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അങ്ങോട്ട് എഴുതി വെച്ചു. എക്സ്പെൻഡിച്ചർ, ലീഗൽ എക്സ്പെൻഡിച്ചറും ലിറ്റിഗേഷൻ എക്സ്പെൻസും ലെസ് ചെയ്തു. ഇനി ICOAയും ICOAയും ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ടാക്സ് കൊടുക്കേണ്ടത് എന്നാണോ ഈ കോമ്പൻസേഷൻ കിട്ടുന്നത് അന്ന് ടാക്സ് കൊടുക്കുക. അത് ക്യാപിറ്റൽ ഗെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇനിഷ്യൽ കോമ്പൻസേഷൻ എന്താണോ ആ രീതിയായിരിക്കും ഈ പറയുന്ന ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് കോമ്പൻസേഷനും ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ്, interest received on delayed compensation or enhanced compensation. അതായത് എനിക്ക് കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ കോമ്പൻസേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോമ്പൻസേഷനിൽ ഡിലേ വരുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ചിലപ്പോൾ അവിടെ കിട്ടും. അതേപോലെ തന്നെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഉണ്ട്. ഇപ്പൊ കോടതി പറയുകയാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എക്സ്ട്രാ കോമ്പൻസേഷൻ കൊടുക്കണം, വിത്ത് ഇൻട്രസ്റ്റ് സഹിതമായിരിക്കും കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിലൈഡ് കോമ്പൻസേഷനോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുക. ഈ ഇൻട്രസ്റ്റ് എക്സ്ട്രാ കിട്ടുന്ന ഒരു ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻകം ചാർജ് ചെയ്യുക, ഇത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്, അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യുക ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും ഇത് ചാർജ് ചെയ്യുക. ടാക്സബിൾ അണ്ടർ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 57 പ്രകാരം ഡിഡക്ഷൻ 50% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, ബാക്കി 50% ആണ് അവിടെ ഇൻകമായി ട്രീറ്റ് ചെയ്ത് ആ ഇൻകത്തിന് ടാക്സ് പേ ചെയ്യുക. അപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇനീഷ്യൽ കോമ്പൻസേഷൻ, അതിനെക്കുറിച്ച് കാര്യങ്ങൾ മൊത്തം സംസാരിച്ചു. ദെൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, എന്നാണോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്നത് അന്ന് ആ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ടാക്സ് പേ ചെയ്യുക. അവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻട്രസ്റ്റ്, ഡിലൈഡ് കോമ്പൻസേഷന്റെയോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ ഇൻട്രസ്റ്റ് കിട്ടി, ആ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് ട്രീറ്റ് ചെയ്യുക. അത് 50% ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത് ബാക്കി 50% മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. നെക്സ്റ്റ്, ബോണസ് ഷെയർസ്. ഒരു ഷെയർ ഹോൾഡർക്ക് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. ബോണസ് ഷെയർ കിട്ടാൻ ഒരു കോസ്റ്റും ആ ഷെയർ ഹോൾഡറെ സംബന്ധിച്ച് അവിടെ ഇൻക്വയർ ആവുന്നില്ല. അഡീഷണൽ കിട്ടുന്ന ഷെയർ ആണ് ദാറ്റ് ഈസ് ബോണസ് ഷെയർ. ആ ബോണസ് ഷെയർ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബോണസ് ഷെയർ. സെയിൽസ് കൺസിഡറേഷൻ ആസ് യൂഷ്വൽ തന്നെയാണ്. ബോണസ് ഷെയർ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അത് സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ, ഇത് സെയിൽ നടത്താൻ വേണ്ടി എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ആയിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുക. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഇവിടെ ഒരിക്കലും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് വരത്തില്ല, കാരണം ഷെയർ ആണ്. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്.
കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ ട്രീറ്റ്മെന്റിനാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബോണസ് ഷെയർ ആർ അലോട്ടഡ് ബിഫോർ 1/4/2001. 1/4/2001 മുമ്പ് കിട്ടിയ ബോണസ് ഷെയറും ഉണ്ട്, 1/4/2001 ശേഷം കിട്ടിയ ബോണസ് ഷെയറും ഉണ്ട്. 1/4/2001 മുമ്പാണ് ഒരു ബോണസ് ഷെയർ കിട്ടിയിരിക്കുന്നെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇനി 1/4/2001 ശേഷമാണ് ഒരു ബോണസ് ഷെയർ കിട്ടിയതെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കേണ്ട നില്ല്. അപ്പൊ ബോണസ് ഷെയർ എനിക്ക് ഒരു കമ്പനിയിൽ നിന്നും അഡീഷണൽ ആയിട്ട് ബോണസ് ആയിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു, ദാറ്റ് ഈസ് ബോണസ് ഷെയർ. സെയിൽസ് കൺസിഡറേഷൻ, വിൽക്കുന്ന എമൗണ്ട്. എക്സ്പെൻസ് എന്തെങ്കിലും ഇൻക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുക. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. 1/4/2001 മുമ്പാണ് ബോണസ് ഷെയർ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇനി 1/4/2001 ശേഷമാണ് ബോണസ് ഷെയർ കിട്ടിയതെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കണ്ട, ദാറ്റ് ഈസ് നില്ല്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് സ്ലംബ് സെയിൽ, സെഷൻ 50B. സ്ലംബ് സെയിൽ ഉണ്ട്, അതായത് ഒരു വൺ ഓർ മോർ അണ്ടർടേക്കിംഗ് ഒരു ലംസം കൺസിഡറേഷന് കൊടുക്കുന്ന പരിപാടിയുണ്ട്, വിളിക്കുന്ന പേര് സ്ലംബ് സെയിൽ. അതായത് കുറെ അസറ്റ് നമ്മൾ പറക്കിയിട്ട് ഒരു ലംസം കൺസിഡറേഷന് എല്ലാം കൂടെ പറക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്, വിളിക്കുന്ന പേര് സ്ലംബ് സെയിൽ. അവിടെ ഇൻഡിവിജ്വൽ അസറ്റിന്റെ വിലയ്ക്ക് ഒരു റെലവൻസും ഇല്ല. അവിടെ നമ്മൾ ഒരു 5-6 അസറ്റ് നമ്മൾ ഇങ്ങനെ പറക്കി കൂട്ടി ഒരു ലംസം കൺസിഡറേഷൻ നമ്മൾ കൊടുക്കും, ഒരു ഫിക്സഡ് എമൗണ്ട് പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ എമൗണ്ടിന് വിൽക്കുന്ന പരിപാടിയുണ്ട്, വിളിക്കുന്ന പേര് സ്ലംബ് സെയിൽ, സെഷൻ 50B. അതായത് വൺ ഓർ മോർ അണ്ടർടേക്കിംഗ് ഒരു ലംസം കൺസിഡറേഷന് സെയിൽ നടക്കുന്ന പരിപാടിയുണ്ട് വിത്തൗട്ട് അസൈനിങ് ദ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി. അവിടെ ഇൻഡിവിജ്വൽ അസറ്റിന്റെ വാല്യൂവോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലയബിലിറ്റിക്കോ ഒരു റെലവൻസും ഇല്ലാതെ വൺ ഓർ മോർ അണ്ടർടേക്കിംഗ് ഒരു ലംസം കൺസിഡറേഷൻ എടുത്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്, വിളിക്കുന്ന പേര് സ്ലംബ് സെയിൽ, സെഷൻ 50B. അതിനെക്കുറിച്ചാണ് പറയുക. ഫസ്റ്റ്, സെയിൽസ് കൺസിഡറേഷൻ ആസ് യൂഷ്വൽ ആണ്. എത്രയാണോ കിട്ടിയ ലംസം കൺസിഡറേഷൻ, ആ ലംസം കൺസിഡറേഷൻ അങ്ങോട്ട് എഴുതി സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് വെക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും, ദാറ്റ് ഈസ് നെറ്റ് വർത്ത് ഓഫ് ദി അണ്ടർടേക്കിംഗ് ആണ്. ആ അണ്ടർടേക്കിംഗിന്റെ നെറ്റ് വർത്ത് ആണ് എടുക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് നെറ്റ് വർത്ത് ആണ് എടുക്കുക. നെറ്റ് വർത്ത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്, ഒരു കാരണവശാലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇവിടെ കിട്ടത്തില്ല. കാരണം ഇൻഡിവിജ്വൽ അസറ്റിന് അവിടെ റെലവൻസ് ഇല്ല. ഇൻഡിവിജ്വൽ അസറ്റ് എല്ലാം കൂടെ പറക്കിയിട്ടാണ് നമ്മൾ ഒരു ലംസം കൺസിഡറേഷൻ ആണ് കൊടുക്കുക. സോ ഇൻഡിവിജ്വൽ അസറ്റിന് റെലവൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇൻഡെക്സേഷൻ ഇല്ല. ഇനി ഈ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ നോക്കണം. അതിന് ഈ അണ്ടർടേക്കിംഗ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് 36 മാസത്തിൽ കൂടുതലാണെങ്കിൽ അത് ദാറ്റ് ഈസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതേസമയം ദാറ്റ് ഈസ് ഈ പറയുന്ന അണ്ടർടേക്കിംഗ് 36 മാസത്തിൽ താഴെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ കിട്ടുന്ന ഗെയിൻ ദാറ്റ് ഈസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതില് നെറ്റ് വർത്തിന്റെ കാൽക്കുലേഷൻ ആണ്. നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ആദ്യം അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ് അങ്ങോട്ട് എഴുതി വെക്കുക. ആ അണ്ടർടേക്കിംഗിന്റെ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ് അങ്ങോട്ട് എഴുതി വെക്കുക. അതിൽ നിന്നും the value of liability of such undertaking as appearing in the books of account, books of account കാണിച്ചിരിക്കുന്ന liabilities ഉണ്ട്, ആ liabilities ഡിഡക്ട് ചെയ്യുക, കിട്ടുന്നത് നെറ്റ് വർത്ത്. ആ നെറ്റ് വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ് ഉണ്ട്. ആ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റില് ഡിപ്രീസിബിൾ അസറ്റ് കാണും, നോൺ ഡിപ്രീസിബിൾ അസറ്റ് കാണും. ഡിപ്രീസിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്നത് WDV ഓഫ് ദി ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി ബ്ലോക്ക് ആണ്. ബ്ലോക്ക് നമുക്കറിയാം, ഒരു കൂട്ടം സിമിലർ നേച്ചറിലുള്ള അസറ്റിനെ, ഒരു കൂട്ടം സെയിം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന അസറ്റിനെ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്ന പരിപാടിയുണ്ട്, വിളിക്കുന്ന പേര് ബ്ലോക്ക് ഓഫ് അസറ്റ്. ഇനി ഡിപ്രീസിബിൾ അസറ്റ് ആണെങ്കിൽ ആ ബ്ലോക്കിന്റെ ദാറ്റ് ഈസ് WDV ആയിരിക്കും ഡിപ്രീസിബിൾ അസറ്റിന്റെ കേസിൽ എടുക്കുക. ഇനി നോൺ ഡിപ്രീസിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഡിപ്രീസിബിൾ അസറ്റ് അല്ലാതെ അതർ അസറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ബുക്ക് വാല്യൂ ആയിരിക്കും എടുക്കുക, അതിന്റെ ബുക്ക് വാല്യൂ. ഇനി 35AD പ്രകാരം, 35AD നമ്മൾ PGBP നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. 35AD പ്രകാരം എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്തിരിക്കുന്ന ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, നില്ലാണ്. അപ്പൊ ഇത്രയാണ്
നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ് മൈനസ് ദാറ്റ് ഈസ് ലയബിലിറ്റി ആണ്. അവിടെ അസറ്റ് ഡിപ്രീസിബിൾ അസറ്റ് ഉണ്ട്, നോൺ ഡിപ്രീസിബിൾ അസറ്റ് ഉണ്ട്. ഡിപ്രീസിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിന്റെ WDV, നോൺ ഡിപ്രീസിബിൾ അസറ്റ് ആണെങ്കിൽ ബുക്ക് വാല്യൂ. അതേസമയം 35AD പ്രകാരം ഒരു അസറ്റിന് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, നില്ല്. അങ്ങനെ അവിടെ എടുക്കുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷനോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റോ ആണെങ്കിൽ അത് ഈ പറയുന്ന നെറ്റ്വർത്ത് രീതിയിലായിരിക്കും, നെറ്റ്വർത്ത് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ഏരിയ ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സിന്റെ റേറ്റ് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ റേറ്റും പറയണം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ റേറ്റും പറയണം. ആദ്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതിന്റെ റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. അതില് സെക്ഷൻ 111A സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട ടാക്സിന്റെ റേറ്റ് 15% ആണ്, 15%. അതായത് കുറച്ച് അസറ്റ് ഉണ്ട്, നേച്ചർ ഓഫ് അസറ്റ് ഇവിടെ പറയുന്നുണ്ട്. എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ദ ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി ഓർ എ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ എ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. അങ്ങനെയുള്ള ഈ പറയുന്ന നേച്ചർ ഓഫ് അസറ്റ് സെയിൽ നടത്തുമ്പോൾ അവിടെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നമ്മൾ പേ ചെയ്യും. അങ്ങനെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഈ മുകളിൽ പറഞ്ഞ ഈ അസറ്റ് വിളിക്കുന്ന സെക്ഷൻ 111A പ്രകാരം കവർ ചെയ്യുന്ന ഈ അസറ്റ് ഇനി കൊടുക്കേണ്ട ടാക്സിന്റെ റേറ്റ് ദാറ്റ് ഈസ് 15% 15%. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A പ്രകാരം കവർ ചെയ്യുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് കൊടുക്കേണ്ട റേറ്റ്, ടാക്സിന്റെ റേറ്റ് ദാറ്റ് ഈസ് 15%. ഇത് സ്ലാബിനകത്ത് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം നമ്മുടെ ടോട്ടൽ ഇൻകത്തില് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 111A ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് അതിന് ദാറ്റ് ഈസ് 15% ടാക്സ് പേ ചെയ്യും. നെക്സ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻ എനി അതർ കേസ് ഉണ്ട്. അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ 111A പ്രകാരം അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ സാധാരണ രീതിയിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. സാധാരണ മറ്റുള്ള ഇൻകം ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ള ഇൻകത്തിന് ആപ്ലിക്കബിൾ ഉള്ള രീതിയിലായിരിക്കും നമ്മൾ ഇതും ചെയ്യുക. ഇനി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിന് സ്ലാബ് റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 111A പ്രകാരം അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് സ്ലാബിനകത്ത് വന്ന് സാധാ രീതിയിൽ അതിന് ടാക്സ് പേ ചെയ്യും. ഇനി മറ്റുള്ളവരാണെങ്കിൽ ഇൻഡിവിജ്വൽ ഒഴിച്ചിട്ടുള്ള മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള ഇൻകംസ് എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുക അതേ ടാക്സ് റേറ്റും അതേ രീതിയുമായിരിക്കും ഈ പറയുന്ന അതർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. അപ്പൊ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A പ്രകാരം കവർ ചെയ്യുന്ന സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന അസറ്റ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ 111A. അതിനാണെങ്കിൽ ഇനിയുള്ള ടാക്സിന്റെ റേറ്റ് 15%. അതർ ദാൻ 111A ആണെങ്കിൽ സാധാരണ മറ്റുള്ള ഇൻകം ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതില് സെക്ഷൻ 112A സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആ ഗെയിനെ വിളിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 112A. അതായത് ഇക്വിറ്റി ഷെയർ ഓഫ് എ കമ്പനി, a unit of equity oriented fund, a unit of business trust. ഇതിന് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെ വിളിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 112A. അങ്ങനെ 112A പ്രകാരം കവർ ചെയ്യുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട ടാക്സ് റേറ്റ് സെക്ഷൻ 112A പ്രകാരം കവർ ചെയ്യുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഡസ് നോട്ട് എക്സീഡ് ₹1 lakh. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ടാക്സിന്റെ റേറ്റ് നില്ല്. ഇനി 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആ പറയുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ് ചെയ്താൽ എക്സീഡ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ 10%. ഒരു എക്സാമ്പിൾ പറയാം. 112A പ്രകാരം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്റെ കൈവശമുണ്ട്. എമൗണ്ട് 85,000, 85,000 രൂപ. അങ്ങനെയാണെങ്കിൽ അതിനി ടാക്സ് ഇല്ല. അതേസമയം ആ എമൗണ്ട് 1,50,000 രൂപയാണെങ്കിൽ 1 ലക്ഷം വരെ ഇല്ല. ബാക്കിയുള്ള 50,000 രൂപയ്ക്ക് 10% ടാക്സ്. ഇനി എനി അതർ കേസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 112A പ്രകാരം കവർ ചെയ്യാത്ത ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇനി എനി അതർ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ട ടാക്സിന്റെ റേറ്റ്
20%. രണ്ട് കേസിൽ ദാറ്റ് ഈസ് സർചാർജ് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ സെഷൻ 112A പ്രകാരം കവർ ചെയ്യുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1 ലക്ഷം വരെ നെല്ല്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എക്സീഡ് ചെയ്ത എമൗണ്ടിന് 10%. ഇനി എനി അതർ കേസ് ആണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ട ടാക്സിന്റെ റേറ്റ് 20%. നെക്സ്റ്റ് ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ ഗെയിൻ സെഷൻ 54. 54 പ്രകാരം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും വേരിയസ് ഡിഡക്ഷൻസ് എലിജിബിൾ ആണ്. ആ ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ആദ്യം. സെഷൻ 54. ഫസ്റ്റ് 54 പ്രകാരം ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. എന്റെ കൈവശം ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വിറ്റു. എനിക്കൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അവിടെ കിട്ടി. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആ ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും സെഷൻ 54 ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു പുതിയ ഒരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ അറ്റ് പ്രസന്റ് ഇതിനകത്ത് അമെൻമെന്റ് ഉണ്ട്. ആ അമെൻമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് സെഷൻ 54B ഓൺ ട്രാൻസ്ഫർ ഓഫ് അഗ്രോ ലാൻഡ്. എന്റെ കൈവശം ഇപ്പോൾ ഒരു അഗ്രോ ലാൻഡ് അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഗ്രോ ലാൻഡ് ഞാൻ വിറ്റു, സെയിൽ നടത്തി. അതിനുശേഷം ഞാൻ പുതിയൊരു അഗ്രോ ലാൻഡ് ആ കിട്ടിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ പുതിയൊരു അഗ്രോ ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് ഈസ് ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും സെഷൻ 54B. സെഷൻ 54D ഓൺ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എന്റെ ലാൻഡോ ബിൽഡിങ്ങോ കമ്പൽസറി അക്വയർ ചെയ്തു. ആ കിട്ടിയ കോമ്പൻസേഷൻ ഉപയോഗിച്ച് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പുതിയൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഞാൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാം സെഷൻ 54D. 54EC ഓൺ ട്രാൻസ്ഫർ ഓഫ് എനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ബൈ അക്വയറിംഗ് സർട്ടൻ ബോണ്ട്. ചില ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സർട്ടൻ ബോണ്ട് പർച്ചേസ് ചെയ്യാണ് എങ്കിൽ അവിടെ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ സാധിക്കും സെഷൻ 54EC. ആ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈഡ് ബോണ്ട് ആണ്. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ചില സ്പെസിഫൈഡ് ബോണ്ട് ഉണ്ട്. അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാം സെഷൻ 54EC. 54EE ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്പെസിഫൈഡ് അസറ്റ് ഫോർ എ സ്റ്റാർട്ടപ്പ്. പുതിയൊരു എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു സ്റ്റാർട്ടപ്പിലേക്ക് വേണ്ടി ചില സ്പെസിഫൈഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 54EE. 54F ഓൺ ട്രാൻസ്ഫർ ഓഫ് എനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒഴിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെയിൽ നടത്തി ദാറ്റ് ഈസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഡിഡക്ഷൻ ഉണ്ട് 54F. 54G ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഫോർ ഷിഫ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു എനി അതർ ഏരിയ. അർബൻ ഏരിയയിൽ നിന്നും മറ്റേതെങ്കിലും ഒരു ഏരിയയിലേക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡിഡക്ഷൻ 54G. ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം എനി ഏരിയ ടു സെസ്. സെസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അണ്ടർടേക്കിംഗ്. അങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഡിഡക്ഷൻ 54GA. അറ്റ് പ്രസന്റ് പുതിയ സെഷൻ ഉണ്ട് 54GB ഡിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഫോർ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എലിജിബിൾ കമ്പനി. ചില എലിജിബിൾ കമ്പനിയുടെ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഡിഡക്ഷൻ ഉണ്ട് 54GB. ഇത്രയും ഡിഡക്ഷൻസ് ആണ് ക്യാപിറ്റൽ ഗെയിനിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൽ ഓരോ ഡിഡക്ഷൻസിനെ കുറിച്ചും ഞാൻ ഡിസ്കസ് ചെയ്യാണ്, അതിലേക്ക് പോകുന്നു. ഡിഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതലും ചോദിക്കുന്നതുമായിട്ടുള്ള സെഷൻ ആണ് 54. അതിലെ 54ലെ ഫസ്റ്റ് ഡിഡക്ഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. അറ്റ് പ്രസന്റ് ഇതിൽ അമെൻമെന്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഡിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഇപ്പൊ എന്റെ കൈവശം ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇരിപ്പുണ്ട്. ആ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വിറ്റു. കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച്
ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ ഒരു പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, സെയിൽ നടക്കുമ്പോൾ സമയത്തുള്ള കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ആ ക്യാപിറ്റൽ ഗെയിൻ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ സാധിക്കും സെഷൻ 54. ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ ആൻഡ് HUF, ഇൻഡിവിജ്വലും HUF-നുമാണ് ആപ്ലിക്കബിൾ. കണ്ടീഷൻ 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, ഈ പറയുന്ന റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒരു ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം. അസറ്റിന്റെ നേച്ചർ ലോങ് ടേം ആണ്, ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം. പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഹൗസ് ഇന്ത്യയിലായിരിക്കണം, ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ അസസി മസ്റ്റ് അക്യൂർ 1 ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഒന്നുകിൽ പുതിയ ഒരു ഹൗസ് പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യോ വേണം. അങ്ങനെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് ഒരു പുതിയൊരു ഹൗസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ നടത്തിയ സമയത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അത് ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ സാധിക്കും സെഷൻ 54. അറ്റ് പ്രസന്റ് സെഷൻ 54 ഉള്ള അമെൻമെന്റ് ആണ് പറയുക. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തിരിക്കണം. ഈ ഒന്നെന്നുള്ളതിന് ഇപ്പൊ അറ്റ് പ്രസന്റ് ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. അവിടെ 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. ഇപ്പൊ അറ്റ് പ്രസന്റ് 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഒരു ഓൾട്ടർനേറ്റീവ് കേസ് ആണ്. ഒരു ഹൗസിന് പകരം വേണമെങ്കിൽ 2 റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെയായിരിക്കണം. ഒരു കാരണവശാലും ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ 2 കോടിക്ക് മുകളിൽ എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അസസിക്ക് പുതിയ 2 ഹൗസ് പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യോ ചെയ്യാം, ഇന്ത്യയിൽ ചെയ്യാം. ഇനി ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് ചെയ്യാൻ പറ്റുന്നത് where during any assessment year the assessee has exercised this option, he shall not be subsequently entitled to exercise the option for the same or any other assessment year. ഇനി ഒരു അസസ്മെന്റ് ഇയറിലോ ഒരു കാരണവശാലും ഈ ഓപ്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. ഒരേ ഒരു പ്രാവശ്യം, ഒരു ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റൂ. ഇത് കിട്ടണമെങ്കിൽ 2 ഹൗസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഈ കണ്ടീഷൻ എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെ ആയിരിക്കണം. അതേപോലെ തന്നെ ഇത് ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഓപ്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അറ്റ് പ്രസന്റ് സെഷൻ 54 അമെൻമെന്റ്. ഇനി ടൈം ലിമിറ്റ്. ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർ പർച്ചേസ് ആണെങ്കിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ബിഫോർ ഓർ 2 year ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 1 year ബിഫോർ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ 2 year ആഫ്റ്റർ വേണമെങ്കിൽ നമുക്ക് പുതിയ ഹൗസ് പർച്ചേസ് ചെയ്യാം. ഇനി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 3 years ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ നടന്ന് സെയിൽ നടന്ന് വിത്തിൻ 3 yearsനുള്ളിൽ പുതിയ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഇതാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസ്. ഡിഡക്ഷൻ കിട്ടുന്നത് മിനിമം ഓഫ് ദി ഫോളോയിങ് ആണ്. 2 കാര്യങ്ങളിൽ മിനിമം എമൗണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ അസറ്റ്, പുതുതായി ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിലുള്ള എമൗണ്ട്, അല്ലെങ്കിൽ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ, അതിലെ വിച്ചെവർ ഈസ് ലോവർ അല്ലെങ്കിൽ മിനിമം ഏതാണോ ആ മിനിമം ആയിരിക്കും സെഷൻ 54 പ്രകാരമുള്ള ഡിഡക്ഷൻ. ഒന്നുകിൽ ന്യൂ റെസിഡൻഷ്യൽ ഹൗസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ, അതിലെ വിച്ചെവർ ഈസ് ലോവർ ഏതാണ് മിനിമം ആണ് ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. റിവോക്കേഷൻ. പുതുതായി പർച്ചേസ് ചെയ്ത ആ അസറ്റ് വിത്തിൻ 3 yearsനുള്ളിൽ നമ്മൾ വീണ്ടും വിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുൻപ് ഒരു ഡിഡക്ഷൻ അവിടെ ക്ലെയിം ചെയ്തു, ആ ഡിഡക്ഷൻ നമ്മൾ റിവോക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അതായത് ഞാൻ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് ഒരു പുതിയൊരു അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആ പുതുതായി വാങ്ങിയ ആ അസറ്റ് ഞാൻ വിത്തിൻ 3 yearsനുള്ളിൽ വീണ്ടും ഞാൻ ട്രാൻസ്ഫർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് കിട്ടിയ ബെനഫിറ്റ് ഉണ്ട്, അത് റിവോക്ക് ചെയ്യും. വിളിക്കുന്ന പേര് റിവോക്കേഷൻ. അതിനർത്ഥം നമ്മൾ പുതിയ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും നേരത്തെ കിട്ടിയ ബെനഫിറ്റ് ദാറ്റ് ഈസ് ഡിഡക്ട് ചെയ്യും, ലെസ് ചെയ്യും. വിളിക്കുന്ന പേര് റിവോക്കേഷൻ. ഇനി നമ്മൾ ടൈം ലിമിറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പർച്ചേസ് ആണെങ്കിൽ 1 year ബിഫോർ ഓർ 2 year ആഫ്റ്റർ, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വിത്തിൻ 3 years എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ, ഇപ്പൊ ഒരു വർഷത്തിന്റെ അവസാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ വർഷത്തിന്റെ അവസാനം നമ്മൾ ചെയ്യുന്നത് ഈ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ചെയ്യും.
അതിൽ കിടക്കുന്ന എമൗണ്ട് ഉപയോഗിച്ച് പർച്ചേസോ കൺസ്ട്രക്ഷനോ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം. ഇനി പർച്ചേസും കൺസ്ട്രക്ഷനും എല്ലാം കഴിഞ്ഞു, ബാക്കി ബാലൻസ് എമൗണ്ട് അതിനകത്ത് കിടപ്പുണ്ട്, അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ട് എങ്കിൽ ആ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ടാക്സബിൾ ആണ്. ആ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന അസസി ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആ അസസി അതിന് ടാക്സ് പേ ചെയ്യണം. ആ ഇൻകം ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് തീരുമാനിക്കുന്നത് ഒറിജിനൽ അസറ്റിന്റെ നേച്ചർ നോക്കിയിട്ടാണ്. ഒറിജിനൽ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ആണെങ്കിൽ ഇത് ഷോർട്ട് ടേം, ഒറിജിനൽ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ആണെങ്കിൽ ഇത് ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഈ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഡിവിജ്വലിന്റെ ലീഗൽ ഹയർ ആണ്. ഈ ഇൻഡിവിജ്വൽ മരിച്ചുപോയി, അയാളുടെ ലീഗൽ ഹയർ ആണ് ഈ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ടാക്സ് കൊടുക്കണ്ട, നോട്ട് ടാക്സബിൾ ആണ്, ടാക്സ് ഇല്ല. അപ്പൊ ഇത്രയാണ് സെഷൻ 54 പറഞ്ഞത്. സെഷൻ 54 എന്റെ കൈവശം ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ വിറ്റു, കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെഷൻ 54 പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഡിഡക്ഷൻ കിട്ടുന്നത് ഒന്നുകിൽ പുതിയ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, അതിലെ വിച്ചവറീസ് ലോവർ ഏതാണോ ലോവർ എമൗണ്ട് ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യും. ഇതിൽ അറ്റ് പ്രസന്റ് ഉള്ള അമെന്റ്മെന്റ് 1 ഹൗസ് എന്ന് പറയുന്നത് ഇപ്പൊ 2 ഹൗസ് ആയി മാറി, 2 ഹൗസ് ഉണ്ട്. ആ 2 ഹൗസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതിന് കണ്ടീഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെ ആയിരിക്കണം. പിന്നെ ഈ അസസിക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഓപ്ഷൻ എക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടുത്തെ ടൈം ലിമിറ്റ് പർച്ചേസ് ആണെങ്കിൽ 1 ഇയർ ബിഫോർ ഓർ 2 ഇയേഴ്സ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഇനി വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ പുതിയ അസറ്റ് വാങ്ങിയ അസറ്റ് വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ വീണ്ടും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് റിവോക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഇനി ഒരു വർഷത്തിന്റെ അവസാനം പർച്ചേസോ കൺസ്ട്രക്ഷനോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ അത് ടാക്സബിൾ ആണ്. അത് വിഡ്രോ ചെയ്യുന്നത് ഒരു ലീഗൽ ഹയർ ആണെന്നുണ്ടെങ്കിൽ, ഡിസീസ്ഡ് പേഴ്സന്റെ ലീഗൽ ഹയർ ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. ഇത്രയാണ് സെഷൻ 54. ഇനി ബാക്കിയുള്ള 54 ഓരോ സെഷൻസിനെ കുറിച്ചും ഇനി പറയണം. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിന്റെ കാര്യങ്ങൾ ഫുള്ള് കവർ ചെയ്യുകയാണ്.